ഇന്ന് നല്ലൊരു അടിപൊളി ഒരു ബീഫ് ബിരിയാണി ആയാലോ? ഉണ്ടാക്കി നോക്കാം. അതിലേക്ക് ആവശ്യമായ ബീഫ് നല്ല വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ബിരിയാണി മസാല, രണ്ട് തണ്ട് കറിവേപ്പില എന്നിവ ഇട്ടിട്ട് നല്ലോണം കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കണം. ഒരു നിങ്ങളുടെ കുക്കറിനനുസരിച്ചിരിക്കും കേട്ടോ വിസിൽ. ഞാനിവിടെ ഒരു 5 വിസിലെടുത്തിട്ടുണ്ട്. ബീഫ് നന്നായിട്ട് വേവണം കേട്ടോ, എന്നാലേ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ബീഫ് വേവാതായാലും ഒരുമാതിരി ഉണ്ടാവും കഴിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ചോറിൻ്റെ മേലെ ഇടാനുള്ള ഉള്ളി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിൽ നമുക്കിവിടെ മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് ചോറ് വെക്കാൻ ആവശ്യമായ ഒരു ഡെക്സ് അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടായതിന് ശേഷം ആവശ്യത്തിനുള്ള സ്പൈസസ് ഒക്കെ ഇട്ടതിന് ശേഷം ഒരു സവാള ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് അതിലിട്ടിട്ടുണ്ട്. സവാള ഒന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് നിന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറിയൊരു കഷ്ണം ചെറുനാരങ്ങ ഇടുന്നത് എന്താണെന്നറിയോ? നമ്മൾ ചോറ് ഒട്ടൂല, ഒരു ചോറിന് മേലെ ഒട്ടൂല. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ അപ്പോഴൊക്കെ അരിയൊക്കെ കഴുകി വെള്ളം പോകാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്നു. അരി ഇട്ട് കൊടുക്കുക. അരിട്ട് കൊടുത്തിട്ട് ഒരു പ്രാവശ്യം നമ്മൾ ഇളക്കി കൊടുക്കാവൂ കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നല്ലോണം അടച്ച് വെച്ച് വേവിക്കുക. ഉണ്ടോ? ഇതേപോലെ അരിയിട്ട് തിളച്ചതിന് ശേഷം ഒരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് ഇളക്കി ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ചിട്ട് അങ്ങനെ വെക്കുക. അപ്പോഴേക്കും നമുക്ക് മസാല റെഡിയാക്കണ്ടേ? അതിനായിട്ട് ഉള്ളിയും തക്കാളിയും ഇതേപോലെ ഞാൻ കുക്കറിൽ ഒരു വിസിലടുപ്പിക്കുക. കുറച്ച് എണ്ണയും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിൽ ഗ്യാസ് തീരുന്നവരെ അങ്ങനെ വെക്കും. അപ്പോഴേക്കും നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ടാവും. അതവിടെ ആവട്ടെ. അപ്പോഴേക്കും കണ്ടോ നമ്മളെ ബീഫൊക്കെ നല്ല ഉഷാറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. ചോറ് നല്ലോണം വെന്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്നുണ്ടോ നോക്കണം കേട്ടോ. ഇതാണ്ടോ നല്ല ഉഷാറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചെറുനാരങ്ങ ഇട്ടാൽ ഇതേപോലെ തന്നെ ചോറ് ഒട്ടൂല, ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നുണ്ട്. ഇതേപോലെ ഇരിക്കും. ഒന്നും കൂടി ഒന്ന് വേവാണ്ടേ, ഒന്നും കൂടി ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഞാനൊന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് വേവട്ടെ. ഇതാ കണ്ടോ? അപ്പോഴേക്കും നമ്മളെ മസാലയൊക്കെ റെഡിയായി കണ്ടോ? ഇതേപോലെ ആവും. നമ്മൾ വേറൊരു പാത്രത്തിലാണ് പുള്ളി വാട്ടുന്നെങ്കിൽ ഉള്ളി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണ്ടേ. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഉള്ളിയും തക്കാളിയും കൂടി കുറച്ച് എണ്ണ വെച്ച് ഇതേപോലെ വെച്ചാൽ നല്ലോണം അങ്ങനെ വാടി വരും. പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കണ്ടോ? ഇതേപോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി അരച്ചതാട്ടോ ഇത്. ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ചപ്പ് ഇട്ടിരുന്നു കേട്ടോ. ചപ്പ് എന്ന് വെച്ചാൽ മീൻസ് ഇത് കൊത്തമല്ലി കറിവേപ്പിലയും പുതിനയും ഒക്കെ. അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതല്ല, അത് വീഡിയോ ആയില്ല ഇട്ടത്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം മസാലകളൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിന് ബിരിയാണി മസാല, ഗരം മസാല, ഉപ്പ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിരുന്നല്ലോ, അതുകൊണ്ട് കുറച്ച് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളകിൻ്റെ പൊടി. നിങ്ങളെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ പച്ചമുളകും ചതച്ചിട്ടതല്ലേ, അപ്പോൾ മുളകും പൊടിയും കുരുമുളകിൻ്റെ പൊടിയും എല്ലാം കൂടി ഇടുമ്പോൾ നല്ല എരിവുണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് നിങ്ങളെ എരിവിനനുസരിച്ച് ഇടുക. ഇതാ ഞാനിവിടെ അത് മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നല്ല ബിരിയാണിൻ്റെ നല്ല സ്മെല്ല് വന്ന ആ സമയത്ത് ഒരു 1/4 കപ്പ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തൈരും ഇതേപോലെ ഇട്ടിട്ട് നല്ലോണം ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചില്ല ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇട്ടിട്ട് 5 നിമിഷം ഈ ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് ബീഫിലേക്കൊന്ന് പിടിക്കുന്നവരെ ഒരു 5 നിമിഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുറച്ച് സമയം ഇതേപോലെ വെക്കുക. വെച്ചതിന് ശേഷം നമുക്ക് ദമ്മിടാനുള്ള ചോറ് മാറ്റണം. നമ്മൾ ഫസ്റ്റ് ചെറുനാരങ്ങ ഇട്ടില്ലേ ഇന്നോ, അത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം. ഈ സമയം മാറ്റിയതിന് ശേഷം നമ്മൾക്ക് ഈ പകുതി ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. ഇതേപോലെ ഒരു പകുതി അടിയിൽ കുറച്ച് ചോറ് വേണം. പകുതി ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ മാറ്റി വെച്ചതിന് ശേഷം അതിന് മേലെ കുറച്ച് ഇലകൾ ഇട്ടെടുക്കും. മല്ലിച്ചപ്പ്, പുതിന, കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മസാല ഫുള്ളായിട്ട് ഇട്ടെടുക്കും കേട്ടോ. അപ്പോൾ അതൊരു കിലോനല്ലേ ഉള്ളൂ. കൂടുതലൊക്കെ വെക്കുമ്പോൾ 2 ലെയറായിട്ട് വെക്കണം കേട്ടോ. ഫസ്റ്റ് ചോറ്, അതിന് മേലെ മസാല, പിന്നെ ചോറ്, പിന്നെ മസാല, പിന്നെ ചോറ്, അങ്ങനെ വെക്കണം. ഇത് ഞാൻ ഒരു സ്റ്റെപ്പ് ഇടുന്നുള്ളൂ. നിങ്ങൾ കൂടുതലൊക്കെ വെക്കുകയാണെങ്കിൽ അതേപോലെ 2-3 സ്റ്റെപ്പായിട്ടൊക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു ഇതിൽ തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് പരത്തി വെച്ചതിന് ശേഷം ബാക്കി നമ്മളെടുത്ത് വെച്ച ചോറ് ഇതിൻ്റെ മേലെ ഇട്ട്
ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു കാര്യം കേട്ടോ, ഞാൻ സംസാരിക്കുമ്പോൾ ഒരുപാട് കുറേ സൗണ്ടുകളൊക്കെ ഉണ്ട്. അത് ഞാൻ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഞാൻ റെക്കോർഡ് ചെയ്ത് നോക്കി, പക്ഷേ ഇവിടെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലവും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ്, എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. പിന്നെ നമുക്ക് ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് പരത്തി റെഡിയാക്കിയതിന് ശേഷം കുറച്ചും കൂടെ ഇതിന് മേലെ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യും നമ്മൾ ഫസ്റ്റ് ഇട്ടില്ലേ, അതേപോലെ മല്ലിയിലയും പുതിനയിലയും ചെറുതായി കട്ട് ചെയ്തത് കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചില്ലേ ഉള്ളി, അതും ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഒരു 5 നിമിഷം നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് മേലെ എന്തെങ്കിലും വെയിറ്റ് വെക്കണേ വെക്കട്ടോ. എന്നിട്ട് ഒരു 5 നിമിഷം വെച്ചാൽ അത് അടിപൊളി ബിരിയാണി റെഡി ആയിട്ടോ.